ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതന്നെ നമ്മുടെ റോളേഴ്സ്. ഇതാ നല്ല റെഡ് വെൽവെറ്റിൻ്റെ റോളേഴ്സാട്ടോ. ലുലു മോളിൽ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. പാർക്ക് ചെയ്ത് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ കണ്ടത് ഈ റോളേഴ്സിൻ്റെ കടയാട്ടോ. അപ്പം പിന്നെ അവിടെ കയറി ആദ്യം തന്നെ റോളേഴ്സ് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. കാരണം എല്ലാ പ്രാവശ്യവും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടക്കാത്തൊരു സംഭവം കേട്ടോ. എല്ലാ പ്രാവശ്യവും കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് വാങ്ങാമെന്ന് കരുതി പോവും. കയറുന്ന ഒരു വഴിയായിരിക്കും, ഇറങ്ങി വരുന്ന വേറൊരു വഴിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓവർലോഡും അവിടെ നിന്ന് തന്നെ ആവശ്യത്തിലധികം ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഇത് ട്രൈ ചെയ്യാനുള്ള സ്പേസ് കിട്ടാറില്ല. അങ്ങനെ ഇപ്രാവശ്യം ആദ്യമേ തന്നെ ചെന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളതിൽ നിന്ന് ഒരു റെഡ് വെൽവെറ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആൾക്ക് 180 രൂപയാണ് കേട്ടോ. വിലക്കനുസരിച്ചുള്ള പീസൊന്നും വെച്ചിട്ടില്ല അനിയൻ. ഒരു ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പാവം, ആളെ കുറ്റം പറയുന്നില്ല. ആ പരുവത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രമല്ലേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനെ തലങ്ങും വിലങ്ങും ഒക്കെ വെട്ടിപ്പറക്കി നുറുക്കിയെടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ആൾ ക്രീമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിലധികം അളന്ന് തൂക്കി കുറിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. ഒരു തുള്ളി പോലും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആ പരുവത്തിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. കാരണം ഈ കാണുന്ന ആ ഒരു ഏരിയക്കകത്ത് വെച്ചിട്ട് ആൾക്ക് ഈ പരിപാടി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നിർത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആൾ നന്നായിട്ട് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആളുടെ ഫുൾ കഴിവുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം പോലും വേസ്റ്റ് ആവാതെ എല്ലാത്തിനെയും കൂടി ഇടിച്ച് നുറുക്കി പടുക്കി എടുക്കുന്നുണ്ട്. ഈ പരുവത്തിൽ അതിനെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ മിക്സ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് കൊത്തു പൊറോട്ട ഓർമ്മ വന്നത് കേട്ടോ. വെറുതെ വേണ്ടാത്ത ക്രാവിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കി ആളിതിനെല്ലാം കൂടെ തല്ലിക്കൂട്ടിയെടുത്ത് വീണ്ടും ഇതിനെങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ടാലൻ്റ് അല്ലേ ഓരോരുത്തർക്കുള്ളത്. നോക്കിയേ, ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളിലും അവരവരുടെ കഴിവുകളിലും എക്സ്പേർട്ടാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങോട്ടൊക്കെ എന്ത് നന്നായിട്ട് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാൽ ഒരു പീസ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും വലിപ്പം ചെറുപ്പം ഇല്ലാണ്ട് ആൾ പെർഫെക്റ്റായിട്ട് അതിനെ കൊത്തി നുറുക്കി ഈ പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇത് ആൾ ഡീറ്റെയിൽ ആയിട്ട് ഒരല്പം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഫുള്ള് ഇതിനെ തേച്ച് പറക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പണിയായുധം വെച്ചിട്ട് അങ്ങോട്ടൊക്കെ സ്കെയിലും പെൻസിലും വെച്ച് ചെയ്യുമ്പോൾ ആൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഓറിയയുടെ ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ്. പിന്നെ ഫുൾ കൺഫ്യൂഷനാണ്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ റെഡ് വെൽവെറ്റ് ബുക്ക് ചെയ്തത്. റെഡ് വെൽവെറ്റിൻ്റെയൊക്കെ ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. ബാക്കി ഫ്ലേവറൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുന്നതല്ലേ. ഓരോ ബിസ്ക്കറ്റൊക്കെ കുട്ടിപ്പട്ടാളങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പിന്നെ വിചാരിച്ചു വേണ്ട, ഇപ്രാവശ്യം റെഡ് വെൽവെറ്റ് തന്നെ നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് ഓർഡർ ചെയ്ത കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, എത്ര പെർഫെക്റ്റായിട്ട് ആൾ ലൈൻ വരച്ചതുപോലെ ഇതിനെ റെഡിയാക്കി എടുത്തേ നോക്കിയേ. ആ ഒരു ഏരിയയിൽ എന്ത് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു നോക്കിയേ. അങ്ങനെ ഏകദേശം പണിപ്പുരയിൽ പണിയായിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം തന്നെ ആൾ അതിനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങനെ നമ്മുടെ റോളൈസ് റോളായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ളതായി. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്നെപ്പോലെ, കാരണം ഇതിൻ്റെ കാലമൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് റെഡ് വെൽവെറ്റ്, എനിക്കിഷ്ടമായി. അപ്പോൾ നോക്കി നന്നായിട്ട് ഇത് റോളായി വരുന്ന കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ. അങ്ങനെ നമ്മൾ റോളൈസും ട്രൈ ചെയ്തു. ഇനി ഒരുപാട് ലിസ്റ്റിൽപ്പെട്ട സാധനങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാണ്ട് വെച്ച് ലാസ്റ്റ് ട്രൈ ചെയ്തൊരു ഐറ്റമായിരുന്നു ഷവർമ്മ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഒരു ന്യൂസ് വരും, ആരെങ്കിലും അത് കഴിച്ച് തട്ടിപ്പോയെന്നോ ഇൻഫെക്ഷൻ ആയെന്നൊക്കെ ആയിട്ട്. അങ്ങനെ ഏകദേശം 10-12 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് ഷവർമ്മ കഴിച്ചത്. അതുപോലെ ഈ റോളൈസും അത്യാവശ്യം നല്ല വെയിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത്. കാരണം ഇതിന് വേറെ പോയ്സണും കാര്യങ്ങളും അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇത് കഴിക്കാൻ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെ അതിൻ്റെ മുകളിൽ ചേട്ടൻ ഡെക്കറേഷനൊക്കെ ചെയ്ത്, സോറി ചേട്ടനല്ല കേട്ടോ, ഇതൊരു അനിയൻ കുട്ടനാണ്. അങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം. അപ്പോൾ ബൈ.